വെൽക്കം ലൈഫ് വിഷൻ ടോക്ക് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓപ്പറേഷൻ തൂഫാനെ കുറിച്ചാണ്. എനിക്ക് പ്രിയപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളൊരു കാര്യം, വളരെ നല്ല രീതിയിൽ തുടക്കം കുറിച്ച ഈ ഓപ്പറേഷൻ തൂഫാൻ ഓരോ ദിവസം ചെല്ലുന്തോറും നല്ല രീതിയിൽ അതിന് പുരോഗമനമുണ്ടാകുന്നു. ഒത്തിരി പേർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. വളരെ നല്ല കാര്യമാണ്. കാരണം ഇത് കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ, ലോകത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ് ഈ മയക്കുമരുന്ന് ഇല്ലാതാക്കുക എന്നുള്ളൊരു പ്രകൃതിയാണ്. ഏറ്റവും പ്രധാനം ഊന്നൽ കൊടുത്ത് ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതൊരു തുടക്കം കുറിച്ച അങ്ങേക്ക് അഭിവാദനങ്ങൾ. ഇനി എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. ഇതിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സെലിബ്രിറ്റികളെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആക്കാൻ ശ്രമിക്കുന്നു. അത് ഒരു പൗരനെന്നുള്ള രീതിയിൽ എനിക്കതിനോട് ഒരു യോജിപ്പുമില്ല. കാരണം പറയാം, ഈ തുണിക്കടയും സ്വർണ്ണക്കടയും ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റും ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോണ സിനിമാക്കാരെ ഇങ്ങനെയുള്ളൊരു ഓപ്പറേഷൻ്റെ ഒരു അംബാസഡറാക്കിയൊക്കെ അവരോധിക്കുന്നതിൽ നല്ലൊരു കാര്യമില്ല. കാരണം നമുക്കൊന്നും മനസ്സിലാക്കിയതിൽ ഏറ്റവും വലിയ ഉറവിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഷൂട്ടിംഗ് മേഖലകളാണ്. അവിടെയാണ് ഇതിൻ്റെ ഉറവിടം. അവിടെയുള്ള കാരമലിന് അവിടെ ഇവിടെയൊക്കെ കയറി അവിടെയാണ് ഇവരുടെ മൊത്തം ഇത്. നമുക്കറിയാം, ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ടൈമിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. ഈ ഷൂട്ടിംഗ് മേഖലയിൽ എല്ലാവരും അതൊരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു. അതിനെ ആരും അത്ര പിടിക്കാറില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പറഞ്ഞു, ഷൂട്ടിംഗ് സൈറ്റിലുള്ള കാരവൻ വരെ ചെക്ക് ചെയ്യുമെന്ന്. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു എന്താ പറയുക, തെളിവാണ്. മന്ത്രിക്ക് തന്നെ അറിയാം. അപ്പം അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന സെലിബ്രിറ്റികളെ ഞാൻ പേരൊന്നും പറയുന്നില്ല. അവർ കോടാനുകോടി ആ മേഖലയിൽ ഉണ്ടാക്കുകയും അതിൽ ഇഷ്ടംമാരിതുണ്ടാക്കുകയും അവരെയൊക്കെ ഇങ്ങനെ ഒരു അംബാസിഡർ ആകുമ്പോൾ ഇറ്റ് ഈസ് എ ചീപ്പ്. ആക്ച്വലി ഞാൻ അവർ ചീപ്പെന്നല്ല പറയുന്നത്. ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിൽ നമ്മൾ ശരിക്കും പ്രശംസിക്കേണ്ടത്, രാത്രിയും പകലും ജീവനും പണയം വെച്ച് എൻ്റെ പിന്നാലെ കഷ്ടപ്പെടുന്ന പോലീസ് സേനയുണ്ട്. പോലീസ് സേനയും എക്സൈസ്, പിന്നെ ഇതിൻ്റെ വിവരങ്ങൾ കൊടുക്കുന്നവരുമുണ്ട്. അവരെയാണ് നമ്മൾ സ്മരിക്കേണ്ടത്. അവരുടെ പ്രവർത്തനമാണ് നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ഈ രാത്രിയും പകലും കഷ്ടപ്പെടുന്ന പോലീസ് സേനയെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. അവരെന്തോ ഒരു ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഓരോ ആൾക്കാരെയും പല ഭാഗത്തുനിന്നും പിടികൂടുന്നത്. അതെല്ലാം രാഷ്ട്രീയക്കാരാണ്. ഏറ്റവും കൂടുതൽ ഇതിൽ പെട്ടിരിക്കുന്ന രാഷ്ട്രീയ ആൾക്കാരാണ്. അവരെ പിടിക്കണമെങ്കിൽ അവർക്ക് അതിൻ്റേതായുള്ളൊരു ഉത്തേജനവും അവർക്കുള്ളൊരു സ്പിരിറ്റും വേണം, അവർക്കുള്ള ഒരു തൻ്റെ ഇടം വേണം. അതെ, അവരെല്ലാം കാണിക്കുന്നുണ്ട്. അതിനെ ചോർന്നു പോകുന്ന രീതിയിലാണ് ഏതെങ്കിലും സെലിബ്രിറ്റികളെ വിളിച്ച് അവരെ അംബാസഡറാക്കുക, ഇതാക്കുക. ഇറ്റ് ഈസ് രമേശ് ചെന്നിത്തലജി, യു പ്ലീസ്, നിങ്ങളിതൊന്നും മനസ്സിലാക്കണം. അവരെ ഒന്നും ഇതിൽ പിടിച്ചിടണ്ട. ഇതൊരു പ്രത്യേക ഒരു ഇതാണ്. ഇതിലാരും കലക്കവെള്ളത്തിൽ ആരെയും അതിലോട്ട് പിടിച്ചില്ല. ഞാൻ അവരെ ഒന്നും മോശം പറയില്ല. അവരുടെ ഫീൽഡ് അല്ല ഇത്. ഇത് ടോട്ടലി ലൈൻ ഓർഡറിൽ പെടുന്ന ഒന്നാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് സിനിമ പരിപാടിയല്ല. കാര്യം ഇതിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അവരുടെ സർവീസ്, അവരുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പത്രത്തിൽ കൊടുക്കേണ്ടത്, മന്ത്രി പറയേണ്ടത്. ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കോടികളോ എന്തോ, ചിലപ്പോൾ അവർ കാശ് വാങ്ങിയില്ലായിരിക്കും. എന്ത് തന്നെയാണേലും അത് കണ്ട് മടുത്ത മുഖങ്ങളാണ്. എപ്പോഴും നോക്കിയാൽ ആ മുഖങ്ങളല്ലേ നമ്മൾ കാണാറുള്ളൂ. മറ്റേതെങ്കിലും മുഖങ്ങളെ പ്രത്യേകിച്ച് കാണാറുണ്ട്? ഇല്ല. അവരെ ഒന്ന് വിട്ടേക്കുക. അവർക്ക് അവരുടെ ലൈനുണ്ട്. അതുകൊണ്ട് ഈ മന്ത്രിയും ജനങ്ങളും അവരെ ഒന്ന് ഇതിലോട്ട് വലിച്ച് ഇടാതിരിക്കുക. കാരണം അതിൻ്റെ ശോഭ നശിച്ചു പോകും. ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ശോഭ തന്നെ, അതിൻ്റെ സ്പിരിറ്റ് തന്നെ നശിച്ചു പോകും. കാരണം കഷ്ടപ്പെടുന്ന ഒരാൾക്കാർ
കഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെ അവഗണിച്ചുകൊണ്ട് മറ്റാരെങ്കിലും പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് അംബാസഡർ ആക്കാന്ന് പറഞ്ഞാൽ ടു ബാഡ്. ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ കൂടുതലൊന്നും പറയാൻ പോണില്ല. നമ്മുടെ മന്ത്രി എടുത്ത ആ ഒരു സ്പിരിറ്റ്, നിങ്ങളുടെ ആവേശം ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, ജനങ്ങൾ നിങ്ങളുടെ പിന്നാലെയുണ്ട്, അതാണ് ഇത്ര സക്സസ് ആയി വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ഒപ്പം എനിക്ക് മന്ത്രിയോട് പറയാനുള്ള ഒരു അപേക്ഷ കൂടി, ഈ ചെറുപ്പക്കാരിൽ നിന്നാണ് ഇത് കൂടുതലും ഇതിൻ്റെ ഉപയോഗം കാണുന്നത്. അതിനായി പ്രധാനമൊന്ന് ചിന്തിക്കേണ്ടത്, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അവർക്ക് ചെറിയൊരു സാധിച്ചാൽ ഒരു സന്ദേശം കൊടുത്താൽ വൈകുന്നേരം 6 മണിക്ക് ഏത് വീട്ടിൽ നിന്നും ചെറുപ്പക്കാർ പിള്ളേർ പുറത്തുപോകണമെങ്കിൽ, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് പോകണമെങ്കിൽ അവരെ പ്രിവെൻറ്റ് ചെയ്യണം. അവരെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം. അവർ പുറത്തു പോയാൽ ഇവർ എവിടെ പോയി എന്തിനു എന്നുള്ള ഒരു അതിൻ്റെ ഡീറ്റെയിൽ വീട്ടുകാരിൽ നിന്ന് കളക്ട് ചെയ്യണം. രണ്ടാമത് 8 മണിക്ക് മുമ്പേ വീട്ടിൽ ഈ പിള്ളേർ മടങ്ങി വരാതിരുന്നാൽ ഉടൻ തന്നെ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കണം. കാരണം ഈ പിള്ളേരാണ് പുറത്തുപോയി ഗ്യാങ്ങായിട്ട് ചേർന്നതെന്ന് ഈ മയക്കുമരുന്നിനെതിരെ അടിമയാകുന്നത്. ഒപ്പം അനാവശ്യമായിട്ട് ഒരു കൂട്ടുകാരെയും വീട്ടിൽ വരുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. വരുന്നെങ്കിൽ എന്തിനു വന്നാൽ അവരെ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ അനുവദിക്കരുത്. അതിനൊരു പ്രിവെൻറ്റേഷൻ പേരൻസ് ചെയ്യണം. സാധിച്ചാൽ പേരൻസ് തന്നെ ഈ മക്കൾ, പേരൻസ് പറഞ്ഞ് കേൾക്കാത്ത കുട്ടികളുണ്ട്, ആ കുട്ടികളെ പറ്റിയുള്ള ഇൻഫർമേഷൻ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. അവരിവിടെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യും. ഇവർ മയക്കുമരുന്ന് ശൃംഖലയിൽപ്പെട്ടവരാണോ, അത് ഉപയോഗിക്കുന്നവരാണോ, അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യുന്നവരെന്നുള്ള കണ്ടുപിടിക്കാൻ അനായാസം നമുക്ക് സാധിക്കും. ഇപ്പോൾ കൊച്ചു കുട്ടികൾ, അതായത് 10ാം ക്ലാസ്, +1, +2, 10ാം ക്ലാസ് ഇങ്ങനെയുള്ള പിള്ളേർ വരെ ഇപ്പോൾ ഇത് ഉപയോഗിക്കാനും അതിൻ്റെ വിപണനം നടത്താനും ഫീൽഡിലുണ്ട്. അവരെ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ മാതാപിതാക്കൾ ഭയമായിരിക്കും, മാതാപിതാക്കൾ ഇവർ ഉപദ്രവിക്കും. അപ്പോൾ ഓരോ സ്റ്റേഷനിലുമുള്ള പോലീസ് സ്റ്റേഷനിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഓരോ സ്ട്രീറ്റ് ബൈ സ്ട്രീറ്റ്, ഹൗസ് ബൈ ഹൗസ് അന്വേഷിച്ച് അവിടുത്തെ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ കളയുക. എത്ര പിള്ളേരുണ്ട്, അവരുടെ മക്കൾ എത്രയുണ്ട്, പ്രായം എത്രയാണ്, അവർ സാധാരണ പോണ സമയം എപ്പോഴാണ്, പുറത്തോട്ട് പോണ സമയം എപ്പോഴാണ്, ഏത് സമയത്താണ് തിരിച്ചു വരുന്നത്, ഇവരെ തേടി വരുന്ന സുഹൃത്തുക്കളാണ്, എല്ലാ ഡീറ്റെയിലും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കണം. അങ്ങനെ ചാർട്ട് ഉണ്ടാക്കി വെച്ചാൽ ഈ പിള്ളേർക്കും ഭയപ്പാട് തോന്നും, ഇത് സംഗതി ബുദ്ധിമുട്ടാണ്. ഇത് വീട്ടുകാരും അച്ഛനും അമ്മയും കൂടെ സപ്പോർട്ട് ചെയ്തെങ്കിൽ ഈ പിള്ളേർ രക്ഷപ്പെടത്തുള്ളൂ, നാട് രക്ഷപ്പെടുത്തുള്ളൂ, മയക്കുമരുന്നിൻ്റെ വിപണനം ഇല്ലാതാക്കാൻ പറ്റും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇതിന് വേണ്ടൊരു ഡയറക്ഷൻ എല്ലാ പോലീസ് സ്റ്റേഷനിലും കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഇത് വളരെ ഉപയോഗമുള്ളൊരു കാര്യം. ഈ ചെറുപ്പക്കാർ, സ്റ്റുഡൻസാണ് ഇതിന് കൂടുതലും ഇടപെടുന്നത്. അവരാണിത് ഉപയോഗിക്കുന്നതിൽ ഏറിയ പങ്കും. അപ്പോൾ അവരുടെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ചില കുട്ടികളോട് മാതാപിതാക്കൾക്കൊന്നും പറയാൻ പറ്റില്ല, അവർ ഭീഷണിപ്പെടുന്നു. നമുക്ക് തന്നെ അറിയാം എത്ര കുട്ടികൾ മോശമായ രീതിയിൽ മാതാപിതാക്കൾ ട്രീറ്റ് ചെയ്യുന്നു, അവരെ ഉപദ്രവിക്കുന്നു, അവരെ കൊല്ലുന്നു. കാരണം ഇതിൻ്റെ മെയിൻ കോസ് മാതാപിതാക്കൾ തന്നെയാണ്. അവരെ ഫ്രീ ആയിട്ട് ഇവിടെ ഇഷ്ടമുള്ളപ്പോൾ വരാം, അതൊന്നും ആകാൻ പാടില്ല. അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞ് കേറ്റാത്ത കുഞ്ഞുങ്ങളുടെ വിവരം തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ അതീവ രഹസ്യമായി കൊടുത്താൽ അവർ വന്ന് അതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കും. ഇതും പ്രധാന ഒരു ഭാഗമാണ്. ഇത് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നതിന് ബഹുമാനപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രി ഒന്ന് ശ്രമിച്ചാലും. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, 2 കാര്യം. ഒന്ന്, ഈ സിനിമാക്കാരെ പിടിച്ചതിനെ അംബാസഡറും സെലിബ്രിറ്റികളാക്കി ഇവിടേക്ക് പ്രദർശിക്കാതെ അത് ചെയ്യേണ്ടത് ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന പോലീസുകാരെ അവരെക്കുറിച്ച് ധീരത, അവരുടെ ആ സ്ട്രെയിനും അവരെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുക. പത്രക്കാർ അതിനാണ് ശ്രമിക്കേണ്ടത്, മാധ്യമക്കാർ അതിനാണ് ശ്രമിക്കേണ്ടത്, അവരെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ എപ്പോഴും കാണുന്ന ഈ മുഖങ്ങളെ കണ്ട് മടുത്ത മുഖങ്ങളെ കാണിപ്പിക്കാതിരിക്കുക. മന്ത്രി പ്ലീസ് ഒന്ന് ശ്രമിക്കുക. ഒപ്പം ഈ വീടുകളിൽ ഹൗസ് ബൈ ഹൗസ് ഒരു സർവേ നടത്തി കുട്ടികളുടെ മൂവ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ശൃംഖലയെ, ഈ മയക്കുമരുന്ന് മാഫിയകളെ അവരുടെ ഉറവിടം കണ്ടെത്താനും ഓപ്പറേഷൻ തൂഫാൻ എല്ലാ കാലവും സ്ട്രോങ് ആയിട്ട് നിലനിർത്താനും സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ സുഹൃത്തുക്കളും
നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് പാസ് ചെയ്യണം. ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ നമ്മുടെ ആഭ്യന്തരമന്ത്രിയിലേക്ക് എത്തട്ടെ എന്നും കൂടി ആശിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.